അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള എന്താണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന പുതിയ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. സിറിയയിലെ പ്രത്യേക ദൂതനും തുർക്കിയിലെ US അംബാസഡറുമായ ടോം ബാരക്ക് പുതിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത്. ഇത് കഴിഞ്ഞ ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ സൈനിക ആക്രമണങ്ങൾ നടത്തിയതിന് ഇസ്രായേലിനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങൾ അനാവശ്യമായ സംഘർഷ വർധനവിന് കാരണമായെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയാണ്. വടക്കൻ സിറിയയിലെ അബൂ ദുഹൂർ സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആ മേഖലയിൽ കാര്യമായ സ്വാധീനമുള്ള തുർക്കിയെ പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാകാം ഈ ആക്രമണമെന്നാണ് അമേരിക്കൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കുന്നത്. തുർക്കിയിലെ അംബാസഡർ കൂടിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഈ അഭിപ്രായത്തെ ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത് ട്രംപിൻ്റെ അഭിപ്രായമല്ല എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്, നിരവധി എതിർപ്പുകളുണ്ട്. അതിൻ്റെ ഒരു സൂചനയായി കൂടി ഇതിനെ കാണണം എന്ന് വേണം കരുതാൻ. കാർത്തിക്, ഇത് നമുക്കറിയാം ഗസയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ തെറ്റി നിൽക്കുന്ന പശ്ചാത്തലമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ സിറിയയെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഇതൊക്കെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടും എന്നുള്ള വിലയിരുത്തലിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. സിറിയയിലാണ് ഈ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നതെങ്കിലും ഈ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ തുർക്കിയെ തന്നെയാണ്. തുർക്കിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് സിറിയയിൽ നടത്തുന്നത് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇതിനോടകം അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ആക്രമണമാണ് നടക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ബെയ്ത് ജിൻ എന്ന ഗ്രാമത്തിലാണ് സിവിലിയൻ വാഹനം ആക്രമിക്കപ്പെട്ടത്. ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ വ്യോമത്താവളം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു. അതായത് ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ആക്രമണം. തുർക്കി അതിർത്തിയോട് ചേർന്ന അബ്ദുൾ ദുഹൂർ വ്യോമത്താവളത്തിലെ റൺവേയും സംഭരണ കേന്ദ്രങ്ങളും ആ ആക്രമണത്തിൽ തകരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് രണ്ട് പശ്ചാത്തലങ്ങളിലാണ്. ഒന്ന്, ഗാസയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നു. അമേരിക്ക അടക്കമുള്ളവർ ഇസ്രായേലിൻ്റെ തീരുമാനങ്ങളെ എതിർത്ത് രംഗത്ത് വരുന്ന സാഹചര്യം. മറ്റൊന്ന്, സിറിയയും തുർക്കിയും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഈ തുർക്കി അതിർത്തിയോട് ചേർന്ന സിറിയൻ മേഖലയിൽ തുർക്കി സൈന്യത്തിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സിറിയയിൽ സൈനിക നീക്കങ്ങളും സൈനികരെ വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളും കടുപ്പിക്കുന്നത്. തുർക്കി സിറിയയിൽ സൈനിക ആധിപത്യം ഉറപ്പിക്കുന്നു, അത് വർദ്ധിപ്പിക്കുന്നു എന്ന കൃത്യമായ ഇൻ്റലിജൻസ് സന്ദേശം ഇസ്രായേലിന് ഉണ്ട്. അത് പരിധി കടക്കുന്നു എന്ന വിലയിരുത്തൽ ഇസ്രായേലിനുണ്ട്. കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ പശ്ചാത്തലത്തിലാണ് US പ്രത്യേക പ്രതിനിധിയും തുർക്കിയിലെ US അംബാസഡറുമായ ടോം ബാരക്ക് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയ ശേഷമല്ല ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നതും ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് ബാരക്ക് പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ ആക്രമണങ്ങൾ രണ്ടാം തവണയാണ് ഉണ്ടാകുന്നത്. ഈ മാർച്ചിൽ ഈ യുദ്ധം സജീവമായി നിലനിൽക്കുമ്പോഴും പല ഘട്ടങ്ങളിലായി സിറിയയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ആക്രമണങ്ങളുടെ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ് ഒരാഴ്ചക്കിടെ വിമാനത്താവളത്തിൽ, തുർക്കി അതിർത്തിയോട് ചേർന്ന വിമാനത്താവളത്തിലുണ്ടായ ആക്രമണവും കഴിഞ്ഞ ദിവസം ബെയ്റ്റ് ജിൻ എന്ന ഗ്രാമത്തിൽ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ഉണ്ടായ ആക്രമണവും. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്തായാലും പുതിയ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ബാരക്കിൻ്റെ അടക്കമുള്ളവരുടെ പ്രതികരണം. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. എന്തായാലും സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നു. അതിനെ അപലപിച്ച് പല നേതാക്കളും രംഗത്ത് വരുന്നു. തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളോട് വരും മണിക്കൂറുകളിൽ എങ്ങനെ പ്രതികരിക്കും എന്നത് നിർണായകമാണ്. നമുക്കറിയാം, ഗസയ്ക്ക് പിന്നാലെ സിറിയയും തുർക്കിയും അത് രണ്ടും സമീപകാലങ്ങളിലായി ഇസ്രായേൽ ഏറെക്കുറെ ശത്രുപക്ഷത്ത് നിർത്തിക്കാണുന്ന രാജ്യങ്ങളാണ്. സിറിയയിൽ ഭരണം മാറിയ ശേഷമാണ് ഈ തുർക്കി അതിർത്തിയോട് ചേർന്ന ഈ വിമാനത്താവളം അടക്കം നവീകരിക്കുന്നതും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും. അവയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരാഴ്ചക്കിടെ തകർത്തിരിക്കുന്നത്.
നമ്മൾ ആദ്യം തുടങ്ങിയതുപോലെ തന്നെ സിറിയയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെങ്കിലും ഈ ആക്രമണങ്ങളിലൂടെ കൃത്യമായ സന്ദേശം നൽകുന്നത് തുർക്കിക്കാണ്. സിറിയൻ അതിർത്തിയിൽ തുർക്കിയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ് ആ ആക്രമണം എന്ന് ഇസ്രയേൽ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്. ശരി, വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.